ഹായ് നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഷെഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ്. ഷെഡിങ് അതല്ലെങ്കിൽ ഹെയർ ലോസ് ഇവർക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് ഹെയർ ലോസ് ഉണ്ടാവുക? ഇപ്പോൾ ഓരോ ഡോഗ്സിനും ഓരോ സമയങ്ങളിലായിരിക്കും ഹെയർ ലോസ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്, ഇപ്പോൾ മറ്റുള്ള ഡോഗ്സിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇപ്പോൾ നമ്മുടെ ഡോഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഈ ചൂടുകാലം വരുന്ന സമയത്ത് നല്ലപോലെ ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. നമ്മുടെ ഡോഗ്സിൻ്റെ ഇതേ കണ്ടോ, ഇത് കൂടിന് അടിയിലുള്ള മുടികൾ കൊഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ ഇതേപോലെ നോർമൽ ഹെയർ ലോസ് വരുമ്പോൾ ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ഇത് ഇവർക്ക് മുടി കൊഴിക്കേണ്ട സമയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കൊഴിയുകയാണെങ്കിൽ, അതായത് ബോഡി ഫുള്ളായിട്ട് ഇതേപോലെ ഹെയർ ലോസ് വരികയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതേ സമയം ഈ ബോഡി മൊത്തത്തിലല്ലാതെ ഓരോ ഭാഗങ്ങളിൽ, ഇപ്പോൾ കാലിൻ്റെ അവിടെ ഇല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെ ഒരു സെപ്പറേറ്റ് ഭാഗങ്ങളിലായിട്ട് ഇവർക്ക് ഹെയർ ലോസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അത് ഫംഗസിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ഹെയർ ലോസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതുപോലെ ബോഡി ഫുള്ളായിട്ട് ഹെയർ ലോസ് ഒരു ലിമിറ്റ് പീരീഡിൽ, ഇപ്പോൾ കുറച്ച് കാലം, അതായത് ഈ ചൂടുകാലം ഒരു മാസം 2 മാസം, ഈ സമയങ്ങളിൽ നല്ലപോലെ ഹെയർ ലോസ് ഉണ്ടാവും. ഈ 2 മാസം ഹെയർ ലോസ് ഒന്നും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് പിന്നെ പുതിയ ഹെയർ വന്നു തുടങ്ങും. അത് അപ്പോഴും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ ഒരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹെയർ ലോസിൽ. ഹെയർ ലോസ് ഇവളുടെ നമ്മുടെ ലൂണയുടെയും കാണിച്ചു തരാട്ടെ. ലൂണയുടെ കൂടിനകത്ത് അടിയിലുണ്ട്, പക്ഷേ ലൂസിയുടെ അത്രയും ഹെയർ ലോസ് ലൂണയ്ക്കില്ല. കാരണം ലൂണയ്ക്ക് കഴിഞ്ഞ മാസം ഈ ചൂട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെയർ ലോസ് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ലൂണയ്ക്ക് ഇപ്പോൾ ഹെയർ ലോസ് കുറവാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഡോഗിൽ തന്നെ വ്യത്യാസം കണ്ടോ? ഓരോ ഡോഗ്സിനും ഓരോ സമയങ്ങളിലാണ് ഹെയർ ലോസ് കൂടുതലായിട്ടുണ്ടാവുക. ഇത് ഇവളുടെയൊക്കെ ഇപ്പോൾ ഏകദേശം നല്ലോണം ഹെയർ പോയി കഴിഞ്ഞു. അത് നമുക്ക് ബോഡിയിൽ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം കുറച്ച് പുതിയ ഹെയർ ഒക്കെ വരുന്നത് കണ്ടോ? അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ലൂണയുടെ കുറച്ച് ഹാർഡായിട്ടാണ്. കാരണം നേരത്തെ പോയിട്ട് വന്ന ഹെയർ ആണ്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു സുഖം നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ല ഫീൽ ആയിട്ടുണ്ടാവും. ഈ പോയിട്ട് വന്ന സമയത്തുള്ളൊരു ഹെയർ എന്ന് പറയുമ്പോൾ നല്ല രസമുണ്ടാവും. ലൂണയുടെ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ലൂസിയുടെ പഴയ ഹെയറൊക്കെ പോയി പുതിയ ഹെയർ വന്നു തുടങ്ങുന്നു. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു തടി പോയ പോലെയൊക്കെ ഒരു ഫീലൊക്കെ തോന്നും. കാരണം ഹെയർ അത്രയും കുറഞ്ഞിട്ടില്ല. ഇതേപോലെ നല്ല ഹെയറുള്ള ഡോഗ്സ്, നമ്മുടെ ഈ ലോങ് ഹെയർ ആയിട്ടുള്ള ഡോഗ്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവർക്ക് പിന്നെ അത്രയും ഹെയർ ഇല്ലാത്തവരായതുകൊണ്ട്, ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് നമുക്ക് അത്രയും വലുതായിട്ട് അവർക്ക് ഹെയർ പോയത് അറിയാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ കൂടെ അവർക്ക് ഒരുവിധം അറിയാൻ പറ്റും. നമുക്ക് ഈ ഹെയർ നമുക്ക് മെയിനായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഭാഗങ്ങളിലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അത് ഫംഗസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ ചിലർക്ക് ഫുഡിൻ്റെ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചൂടുകാലം സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ചിക്കനൊക്കെ നമ്മൾ ഡെയിലി കൊടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഹെയർ ലോസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ഈ ചൂട് തുടങ്ങിയപ്പോൾ മുതൽ ചിക്കൻ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒഴിവാക്കാന്ന് പറഞ്ഞാൽ വീക്ക്ലി 1 ഡേ അല്ലെങ്കിൽ 2 ഡേ അത്രയും ഞാൻ കൊടുക്കാറുള്ളൂ. നേരത്തെ ഡെയിലി ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഡെയിലിയൊക്കെ ചിക്കൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പിന്നെ നമ്മൾ അത്രയും കൊടുക്കുന്നില്ല. ഇപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ കൊടുക്കുന്നുള്ളൂ. അല്ലാത്ത ദിവസം നമ്മൾ മത്തി ഇപ്പോൾ പിന്നെ റേറ്റ് കുറവായതുകൊണ്ട് മത്തിയാണ് നമ്മളിപ്പോൾ കൂടുതൽ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു നേരം ഇച്ചിരി തൈര് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിമിറ്റ് ചെയ്തിട്ട് തൈര് കൊടുക്കാറുള്ളൂ. തൈര് ഇപ്പോൾ 1 സ്പൂൺ 2 ടേബിൾ സ്പൂൺ അത്രേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ തൈരും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ തൈര് കൊടുക്കുന്നത് നല്ലതാണ് ഈ ചൂടുകാലം ആയതുകൊണ്ട്. നമ്മൾ ഒരു നേരം തൈരും ചോറും ഒക്കെയാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ എന്താ വെജിറ്റബിൾ ആ സമയത്ത് ഇപ്പോൾ എന്താ ഉള്ളത് അതിനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കും. മത്തനാണെങ്കിലും ശരി, മത്തനാണ് കൂടുതൽ കൊടുക്കുക. മത്തൻ, അതുപോലെ ഇലവൻ മീൻസ് കുമ്പളങ്ങ, ചിലയിടത്തൊക്കെ ഇലവൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ കുമ്പളങ്ങ, അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ചിലപ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ചൂടുകാലത്തെ സംബന്ധിച്ച് അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ ഈ ഹെയർ ലോസൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചിക്കൻ ഡെയിലി കൊടുക്കുന്നവർക്കും ഉറപ്പായിട്ടും ഹെയർ ലോസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലേ ലൂസി? നിൻ്റെ ഹെയറൊക്കെ പോയി പുതിയ ഹെയർ വരുന്നുണ്ടല്ലോ ഡി. ലൂണയുടെയൊക്കെ പോയി വന്നു കഴിഞ്ഞു അല്ലടാ ലൂണക്കുട്ടാ? അതുപോലെ ഈ ഫ്ലോറിൻ്റെ പ്രശ്നം കൊണ്ടും ഈ ഹെയറൊക്കെ ലോസ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. നമ്മുടെ കോൺക്രീറ്റിലൊക്കെ വിടുന്നവർക്ക് പ്രത്യേകമായിട്ട് അറിയാനായിട്ട് സാധിക്കും.
അപ്പം നമുക്ക് ഇതിൽ ഈ പലകയൊക്കെ എത്രയോ നല്ലതാണ്. എനിക്ക് മറ്റേ ഇതിനേക്കാൾ നല്ല കംഫർട്ട് തോന്നിയത് ശരിക്കും പലകയാണ്. പലക ഞാൻ ഇട്ടിട്ട് ഏകദേശം 10 വർഷമായി കൂട്ടിൽ. ഇവർക്ക് മുമ്പുള്ള ഡോഗ്സിന് തന്നെ അതുള്ളപ്പോഴേ ഈ പലക ഇട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ അത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ അധികം വെള്ളം നനയ്ക്കാറൊന്നുമില്ല. വീക്ക്ലി വൺസ് ഇപ്പോൾ കൂട് വാഷ് ചെയ്യുമ്പോൾ മാത്രം. അത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇവിടെ പുറത്തായതുകൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് അത് വേഗം ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇവരെ വിടാറുള്ളൂ അകത്ത്. പലക നല്ലതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചൂട് താഴത്തുനിന്ന് ചൂട് വരാനുള്ള സാധ്യത കുറവാണ്. അതിനെ സംബന്ധിച്ച് ഈ പ്ലാസ്റ്റിക്കിന് പിന്നെയും ഇച്ചിരി ചൂടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പലക യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഇൻഫെക്ഷനുള്ള ഡോഗിന് ഒരിക്കലും പലക യൂസ് ചെയ്യരുത്. അപ്പോൾ എനിക്ക് അവൾക്ക് ചെറുതായിട്ട് ഇപ്പോൾ ലൂസിയെ സംബന്ധിച്ച് ചെറുതായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും. കാലിൻ്റെ കുറച്ച് മുകളിലായിട്ട് ചെറിയൊരു അടയാളം കണ്ട ഇത് ഇവിടെയായിട്ട് ഒരു അടയാളം കാണാനായിട്ട് പറ്റും. ഇവിടെ നേരത്തെ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടായതാണ്. അപ്പോൾ അതിപ്പോൾ ഇല്ല എങ്കിൽ കൂടെ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ കൂട്ടിലാക്കിയിട്ട് ലൂണയെ അപ്പുറത്തെ കൂട്ടിലാക്കാനുള്ളൊരു കാരണം. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്തതിന് താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.